കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് ഒന്ന് നല്ല തട്ടിക്കൂട്ടിയ സംഭവം. എന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് നീ അങ്ങനെ തട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാ പോരടാ. അയ്യോ, മനോഹരമായ ഒരു കഥകളിയുടെ ഫോട്ടോ 2 ദിവസം അയാൾ ചേട്ടൻ കൊണ്ടുവന്നിട്ട്. 2 ദിവസം ഞാൻ ഓഫീസിൽ മേടിച്ചു വെച്ചിട്ട് നീ ഉടനെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നല്ലേ. ഓഫീസിൽ ഭിത്തിരിക്കുമ്പോൾ രസം, നമ്മുടെ വീടിന്റെ ഭിത്തിലാകുമ്പോൾ രസം ഉണ്ടല്ലോ. ആ, നിന്റെ ഭിത്തിലാകുമ്പോ ഇവിടെ ഇരുന്ന് കഥകളി അങ്ങോട്ട് കിടന്ന് ആടുമല്ല. അയ്യോ, ക്ലോക്ക് അത് ഓഫീസിലെ സമയത്തിന് വരാൻ വേണ്ടിട്ട് മേടിച്ചാണ്. എടാ, ഓഫീസിൽ നീ സമയത്ത് വരാനായിട്ടാ ഞാൻ ആ ക്ലോക്ക് വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് നിന്റെ വീട്ടിൽ കൊണ്ടൊന്ന് ക്ലോക്ക് വെക്കാനായിട്ടല്ല. അല്ല അമ്മേ, കണ്ടോ കണ്ടോ, കാര്യം പറയാതെ തന്നെ സാറിന് മനസ്സിലായി. നല്ലോണം പ്രാർത്ഥിച്ചു. ഈ അമ്മയുടെ മുമ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച എന്തോ സാധിക്കും. ഇന്നലെ കൊണ്ടുവന്ന് അതിന് എന്റെ അമ്മയുടെ ഫോട്ടോ എന്തിനാടാ ഇവിടെ? നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുടെ ഫോട്ടോ അല്ലടാ. സാറിന്റെ അമ്മയുടെ ഫോട്ടോ ആണോ? പിന്നെ ഏതോ ദൈവത്തിന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞതോ? ഓഫീസിലെല്ലാവരും സാറിന്റെ നമ്മുടെ ദൈവത്തെ പോലെ കാണാൻ അല്ലേ? അമ്മേ, മിക്കവാറും ഇവൻ 4 ബീലിട്ട് നമ്മുടെ ഓഫീസ് തള്ളിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കും. സാധനം ഇവിടെ എത്തിക്കുന്നുണ്ട്. ചുമ്മാതല്ല, ടയറിന്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ. അത് നമ്മുടെ കാറി വെക്കാനല്ലേ? അതിന് നമുക്ക് ഇവിടെ കാറ് വരുമല്ലോ. അപ്പൊ കാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. സാറേ ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, നമ്മൾ അതും ഇതും പറഞ്ഞു കണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം സാർ. അതുകൊണ്ടാണല്ലോ ഞാൻ തിരക്കിട്ട് ഇവിടെ വന്നത്. അതെ, പിന്നെ ആശംസ ഞാൻ പറയും. അത് സാറ് തന്നെ പറയണം. അതിനാണ് ഞാൻ സാറിന് ഞാൻ ശരിക്കും പറഞ്ഞ കുത്തിയിരുന്ന് പഠിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കാണാതെ സ്കീച്ചാം. പറഞ്ഞു. ഓക്കെ, ഓക്കെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓ, ഇംഗ്ലീഷ്. അടുത്തത് മലയാളമായിരിക്കും. ഇന്ന് വിവാഹവാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ പറഞ്ഞു. ചേട്ടാ, ഓ, അച്ഛനോടും അമ്മയോടും പറഞ്ഞ മോശമായി പോയില്ലേ? എന്ത് കാര്യം? നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ പറഞ്ഞാൽ തീരെ പ്രശ്നമുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മല്ലേ പറഞ്ഞാൽ മനസ്സിലാവും. സാറ് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് വിവാഹവാർഷിക. അല്ല ചേട്ടാ, എന്നാലും എനിക്ക് എന്തോ ഒരു വിഷമം. ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവരങ്ങ് പോകില്ല, എന്നാലും നമ്മൾ ഫേസ് ചെയ്യണ്ടേ അവരെ? ഒരിറ്റ് പറ്റിന്റെ കാര്യമല്ലേ? അത് ഞാൻ പറഞ്ഞോളൂ. ആദ്യം സാറിന് സംസാരിക്കട്ടെ. സാറ് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ചേട്ടാ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡ് സെർവ് ചെയ്താൽ മതിയോ? സാധാരണ ഫംഗ്ഷൻ കണ്ടല്ലേ എല്ലാവരും ഫുഡ് കഴിക്കാറില്ല. അല്ല, തിരക്കുള്ളവർ ആദ്യം വേണേ കഴിച്ചിട്ട് പോയിക്കോട്ടല്ലേ? ഈ തിന്നാൻ തിരക്കുള്ള ആൾക്കാർ നമ്മുടെ കുടുംബക്കാരായിരുന്നു, അവര് വരൂലല്ലോ. സാറ് സംസാരിക്കും. ഞാൻ നിന്ന് പുഴുങ്ങിയാണ് ഇവിടെ. മനസ്സിലായല്ലോ. സാർ പറ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അയ്യോ, ഒരു കാര്യം മറന്നു പോയി. 10 മണി വരെ ഉള്ളു മൈക്ക് കേട്ടോ. സാറേ, 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്, പ്രൊമോഷൻ ഒക്കെ ഞാൻ പറഞ്ഞു. സാർ പറഞ്ഞു. സാറേ, നിനക്ക് വേറെ കല്യാണം കഴിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ നടത്തി തരാം. എന്തിനാണത്? ഉണ്ടേ കളയുടെ ഈ സാധനം ഒരു കാര്യം പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ലോ സാറേ. ഫുഡ് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ചിക്കൻ അടിപൊളി ചിക്കനാണല്ലോ. ചിക്കൻ മാത്രമല്ല, ചിപ്സ്, ചിക്കൻ. ചീച്ചി ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചീ. സാറ് കഴിച്ചോട്ടെ. തന്നെ നക്കി തിന്നണോ? കഴിക്കരുത്. എന്ത് കാണിക്കാൻ വേണ്ടി പോണം? എന്താണ്? ചിപ്സ് കഴിച്ചിട്ടാണ്. ചിപ്സ് കഴിച്ചാൽ നല്ലത്. കൊത്തി തിന്നാൻ കോഴിയാണോ? കഴിക്ക് സാറ്. അല്ല, കഴിക്കേ. സാറിനിപ്പോ വേണ്ട. അല്ല, അങ്ങനെയല്ല. കുഴപ്പമില്ല സാറേ, നമുക്ക് പിന്നെ തിന്നാലോ. കൊല്ലം കഴിച്ചോ നിങ്ങള്? അവര് 3 പന്തി ഇരുന്നിട്ടായിരിക്കണത്. ആണല്ലേ? എന്റെ കൈ കിട്ടുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. എല്ലാം നിറച്ചു കൊണ്ടുവന്ന് തന്നിട്ട് നമുക്കൊരു പണി, കേക്ക് മുറിച്ചാലാ. കേക്ക് കൂടി മാത്രമല്ല എന്റെ ഓഫീസിന്റെ ബ്രെഡിലെ മുറിക്കാനുള്ളൂ. കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കാന്ന് കേക്ക് മുറിക്കുന്ന മുമ്പേ ഒരു ചെറിയ ചടങ്ങുണ്ട്. എന്താ? ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിൽ വളരെ മോശമല്ല. ഞാനത് ആലോചിക്കുന്നു. സാറ് വന്നപ്പോ കയ്യും വീശി വന്നേക്കാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഗിഫ്റ്റ് കാറി ഇരിപ്പുണ്ട്. അതാണ് കാർ കുടിഞ്ഞ് നോട്ടം വെച്ച് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട്. അല്ല, അതല്ല, നിങ്ങൾ രണ്ടുപേരും കണ്ണടക്കുക. റിംഗ് ആണ്. അപ്പുറം ഇപ്പുറം നിക്കടേ. അപ്പുറം ഇപ്പുറം നിക്ക്. റിംഗ് ആണോ? കണ്ണു തുറക്കാൻ പറയണേ. കണ്ണു തുറന്നേ. റിബണാണല്ലോ. എന്താണ് റിബൺ? 9 വർഷം കൈകൊട്ടിക്കളിയുടെ ആശാനാണ് ഞാൻ. ഇവന്റെ വീട്ടിൽ ഒരു പെരുക്ക് പെരുക്കിട്ട് ഞാൻ പോകും. കൈകൊട്ടിക്കളിയോ? ഡാൻസ് കളിക്കാൻ പോവാണോ? പിന്നല്ലാണ്ട് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പണ്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ വളരെ സെറ്റപ്പ് ടീമായിരുന്നല്ലടാ. സാറേ, പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. നമ്മുടെ 2 വീടിനപ്പുറം ഒരു അമ്മാവും വയ്യാതെ കിടക്കും. അപ്പൊ നമ്മൾ ആഘോഷമൊക്കെ മിതമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിയ പാട്ടും ഡാൻസും ഒന്നും പറ്റൂല. സ്റ്റാഫിന്റെ മുന്നേ ഒന്ന് കീച്ചാന്ന് വെച്ചിരുന്നത്. വേണ്ട. ഓ, മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്ന പോലെ ഇരിക്കുന്നു. പ്ലിങ്ങ പ്ലിങ്ങ പ്ലിച്ചോ.